ശൗചാലയവും തെരഞ്ഞെടുപ്പും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ പാലക്കാട് പറളിയിൽ ഒരു ബന്ധമുണ്ട് എന്നാണ് എന്റെ മറുപടി. അതിന് കാരണം പറളിയിൽ ഒരു ശൗചാലയത്തിന് അനുമതി നിഷേധിച്ചതിൽ രാഷ്ട്രീയക്കാർക്ക് വിലക്ക് എന്നൊരു ബോർഡ് സ്ഥാപിക്കുകയാണ്. അവിടെ ശൗചാലയവും ലോക്സഭാ തെരഞ്ഞെടുപ്പും വോട്ടും പറളിക്കാരും വോട്ടർമാരും തമ്മിലുള്ള ബന്ധം എന്താണ്? ദാ ഒന്ന് കാണും, അപ്പോഴത്തേക്ക് നമ്മൾ വേറൊരു സ്ഥലത്തെത്തും. പറളി 5 മൈൽ സ്വദേശി അരവിന്ദാക്ഷന്റെ വീടിന് മുന്നിൽ സ്ഥാപിച്ചിട്ടുള്ള ഒരു ഫ്ലെക്സ് ബോർഡാണിത്. പറളി പഞ്ചായത്തിലെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് പ്രവേശനമില്ല. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനെയൊരു ഫ്ലെക്സ് ബോർഡ് വെക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ഘടകം എന്തായിരിക്കും? അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു നോക്കാം. പാസ്സായ ശൗചാലയത്തിന് ഇതുവരെ ഫണ്ട് നൽകിയില്ല. ഒപ്പം പാസ്സായ മറ്റു കുടുംബങ്ങൾക്ക് പണം നൽകിയിട്ടും തങ്ങളെ തഴഞ്ഞെന്നാണ് കുടുംബത്തിന്റെ പരാതി. കക്കൂസിന് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ 2 തവണയായിട്ട് എഴുതി കൊടുത്തത്. അത് ഇതുവരെ കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് ശേഷവും മുൻപും എല്ലാം എഴുതി കൊടുത്തവർക്ക് കിട്ടി. അതിന് കാരണം എന്താണെന്നുള്ളത് അറിയില്ല. വീടിന്റെ കാര്യത്തിലും പഞ്ചായത്ത് വിവേചനം കാണിച്ചെന്ന് കുടുംബം പറയുന്നു. ഞങ്ങൾ കുറേ പ്രാവശ്യമായിട്ട് ഞങ്ങൾ പഞ്ചായത്തിലെ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി എഴുതി കൊടുക്കണു. വീടിന് എഴുതി കൊടുത്തു, കക്കൂസിന് എഴുതി കൊടുത്തു, മേൽപ്പുരയ്ക്ക് എഴുതി കൊടുത്തു. ഇതൊന്നും ഞങ്ങൾക്ക് പാസ്സായിട്ടില്ല. ഞാൻ വർഷങ്ങളായിട്ട് ഞാൻ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി എഴുതി കൊടുക്കണം. ഞങ്ങൾ സാധാരണക്കാരാണ്. അപ്പോൾ അത് ഞങ്ങൾക്ക് ആനുകൂല്യങ്ങൾ സാധാരണക്കാർക്ക് കിട്ടുന്നുണ്ട്, കൊടുക്കന്നെ വേണം. അത് അർഹരായവരല്ലേ ഞങ്ങൾ അവർ നോക്കിയിട്ടാണല്ലോ തരുന്നത്. എന്നാൽ ഒരു വിവേചനവും കുടുംബത്തിന് നേരെ ഉണ്ടായിട്ടില്ലെന്നാണ് പ്രദേശത്തെ വാർഡ് മെമ്പർ പറയുന്നത്. പഞ്ചായത്തിന്റെ കയ്യിൽ മതിയായ ഫണ്ടില്ലാത്തതിനാൽ മാത്രമാണ് തുക കൈമാറാത്തത്. പാസ്സായ ശൗചാലയത്തിനുള്ള തുക ഉടൻ നൽകുമെന്നും വാർഡ് മെമ്പർ പറഞ്ഞു. തികച്ചും സാധാരണക്കാരായ ഒരു കുടുംബത്തിന്റെ പ്രതിഷേധമാണ് ഈ ഫ്ലെക്സിലൂടെ കണ്ടത്. തെരഞ്ഞെടുപ്പിന് മുൻപ് തങ്ങളുടെ ശുചിമുറി എന്ന ആവശ്യം നിറവേറിയില്ലെങ്കിൽ വോട്ട് ചെയ്യാൻ തന്നെ പോകില്ലെന്നാണ് ഈ കുടുംബം വ്യക്തമാക്കുന്നത്. രാജീവ് സുദേവിനൊപ്പം നിഖിൽ പ്രമേഷ്, 24 പാലക്കാട്.